പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് 12 തവണയാണ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത്. എന്നാൽ യുദ്ധം അവസാനിക്കാതെ തന്നെ 5ാം ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ആക്രമണവും പ്രത്യാക്രമണവും കൊണ്ട് കലുഷിതമാണ്. മാത്രമല്ല, ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഓഹരി വിപണിയാണ്. ഇറാന്റെ എണ്ണ ശുദ്ധീകരണ ശാലയിൽ അവിടെ അടക്കം ആക്രമണം നടത്തുമെന്ന് ഇന്നലെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. യുദ്ധത്തിന്റെ ആഘാതം ക്രൂഡ് ഓയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ പശ്ചിമേഷ്യയിലെ അലൂമിനിയം നിർമ്മാണ കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ തന്നെ ചില അലൂമിനിയത്തിന്റെ വില അത് കുതിച്ചുയരുകയും അത് ഇന്ത്യക്കടക്കം വലിയ നേട്ടം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം 4 വർഷത്തെ ഉയർന്ന നിരക്കിലേക്ക് ഇത് എത്തുകയാണ്. വിപണിയിൽ ലഭ്യതക്കുറവ് ഉണ്ടാകുന്ന ആശങ്കയിലാണ് നിക്ഷേപകരടക്കം ഉണ്ടായിരിക്കുന്നത്. സമാധാന ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ പോലും ഡീൽ ഉടൻ ഉണ്ടാകുമെന്ന് പറയുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ മറുവശത്ത് ഇറാനെതിരെ കൂടുതൽ പ്രകോപനകരമായ പ്രസ്താവനകളാണ് കൂടുതലായി തന്നെ പറയുന്നത്. ഇറാൻ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയും അവിടെ ആഘാതമാകുന്നത് ഓഹരി വിപണിക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. മേഖലയിൽ പ്രതിസന്ധി അതിരൂക്ഷമാകുന്നത് എണ്ണവിലയിൽ വൻ കുതിപ്പ് വഴിവെച്ചിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ ഓഹരി വിപണികൾ വൻ തകർച്ചയിലേക്ക് വീഴുകയും ചെയ്യുന്നു. അതേസമയം ഇന്നലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ അനുഭവപ്പെട്ടത് കനത്ത വിൽപ്പന സമ്മർദ്ദമായിരുന്നു. ഇരു സൂചകങ്ങളും 2% തന്നെ ഇടിയുകയും അത് സെൻസസ് ആകട്ടെ 1636 പോയിന്റ് നഷ്ടത്തിൽ എത്തുകയും പിന്നീട് അത് 71,948 എത്തി. പിന്നീട് 2024 ഫെബ്രുവരി 14 ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഇത് കൂപ്പുകുത്തുന്നത്. അതേസമയം NEFT ആകട്ടെ 488 പോയിന്റ് ഇടിഞ്ഞുകൊണ്ട് 22,231 എത്തി. 2025 ഏപ്രിൽ 7 ശേഷം ഇത്ര താഴ്ന്ന നിലയിൽ എത്തുന്നത് ഇതാദ്യമായിട്ടാണ്. എല്ലാ മേഖലകളിലും ഇന്നലെ വിൽപ്പന സമ്മർദ്ദം പ്രകടമായിരുന്നു. ഇന്ന് മഹാവീർ ജയന്തിയെ തുടർന്നുകൊണ്ട് ഓഹരി വിപണി അവധിയിലാണ്. ഈ മാർച്ചിൽ വിപണി നേരിട്ടതിൽ 2020 മാർച്ചിൽ കോവിഡിന് പിന്നാലെ ഉണ്ടായ ആ ഒരു ഇടിവിനേക്കാൾ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർത്തി എന്നതാണ് മറ്റൊരു വസ്തുത. ഇതോടുകൂടി തന്നെ ഇന്ത്യയുടെ വളർച്ചാ സാധ്യത മങ്ങുകയും അത് ഒരു പണപ്പെരുപ്പ ഭീഷണി വർദ്ധിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ വിപണി കുത്തനെ ഇടിയാൻ കാരണമാവുകയും ചെയ്തതായും വിലയിരുത്തൽ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം ഇറാനെതിരായ സൈനിക നടപടി ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറെടുക്കുന്നതായി തന്നെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹോർമുസ് കടലെടുക്ക് തുറക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ആവാത്ത ഘട്ടത്തിലാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി അവസാനിപ്പിക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നത്. അതേപോലെ തന്നെ ഹോർമുസ് കടലെടുക്ക് തുറക്കാനുള്ള ശ്രമങ്ങൾ സങ്കീർണമാണെന്നും യുദ്ധം അനിശ്ചിതമായി തന്നെ നീണ്ടുപോകാൻ അത് കാരണമാകുന്നു എന്നതാണ് ഉദ്യോഗസ്ഥർ ഇവിടെ വിലയിരുത്തുന്നത്. ഇത്തരത്തിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരിയിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ ആഗോള ഊർജ്ജ വില വർദ്ധിച്ച ഈ ഒരു സമുദ്രപാതയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെ തുടരാനും സാധ്യതയുണ്ട്. അതേസമയം കടലെടുക്ക് തുറക്കുന്നതിനായുള്ള ആ ഒരു നടപടികൾ പിന്നീട് തീരുമാനിക്കുമെങ്കിൽ പോലും നിലവിൽ അതിന് മുൻഗണന നൽകുന്നില്ല എന്നതാണ് പുറത്തുവരുന്ന സൂചന. എന്നാൽ യുദ്ധം വേഗത്തിൽ തന്നെ അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ താല്പര്യത്തിന് അതിന് വിരുദ്ധമായി തന്നെ പശ്ചിമേഷ്യയിൽ US സൈനിക ശക്തി വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ വർഷം വലിയ രീതിയിൽ വ്യതിയാനത്തിൽ മാത്രം USS ട്രിപ്പോളിയും 2500-ലധികം തന്നെ മറൈൻ സൈനികരും പശ്ചിമേഷ്യൻ മേഖലയിൽ വിന്യസിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ 10,000 കരസേനാ സൈനികരെ കൂടി വിന്യസിപ്പിച്ചുകൊണ്ട് ഇറാന്റെ യുറേനിയം ശേഖരം പിടിച്ചെടുക്കാനുള്ള പദ്ധതികൾ ഇവിടെ ട്രംപിന്റെ പരിഗണനയിൽ ഉണ്ട് എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.